ജമാഅത്തെ ഇസ്ലാമിയുടെ നയം മാറ്റത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയോട് വിയോജിച്ച മുസ്ലിം ലീഗ് ആശയപരമായി ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയോട് യോജിക്കാൻ കഴിയില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ചാണ് വെൽഫെയർ പാർട്ടി ല്ലേ ഇത് വെൽഫെയർ പാർട്ടി അവരുടേതായ കാരണങ്ങളാൽ UDF-നെ പിന്തുണച്ചിരിക്കല്ലേ, അല്ലാതെ രാഷ്ട്രീയ സഖ്യമില്ലല്ലോ. UDF ആയിട്ട് നിൽക്കുകയല്ലേ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആശയപരമായി പിന്തുണക്കുന്ന എല്ലാവരോടും ാതിരിക്കാൻ വേണ്ടാത്ത വിവാദങ്ങൾ എടുത്തിട്ട് ചർച്ച ചെയ്യുകയാണ്. അതുപോലെ അത്തരം കാര്യങ്ങൾക്കൊന്നും എനിക്ക് താല്പര്യമില്ല. നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഇലക്ഷൻ നടക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ വോട്ട് നേടും. സ്ഥാനാർത്ഥികൾക്ക് ആരുടെ വോട്ടും വാങ്ങിക്കാം. അവർ ജമാഅത്തെ ഇസ്ലാമി നല്ലതാണെന്ന് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുകൂടി. ഇപ്പം ജമാഅത്തെ ഇസ്ലാമി കുറ്റപ്പെടുത്തുന്നതിൽ ആത്മാർത്ഥതയുണ്ടോ എനിക്കറിയില്ല. RSSന്റെ ഇസ്ലാം വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി സമസ്തയെ പുകഴ്ത്തി രംഗത്തെത്തിയതും കൗതുകമായി. സമൂഹത്തിന് കലർന്നൊഴുകുന്ന പ്രസ്ഥാനമാണ് സമസ്ത. സമസ്ത 100 വർഷം പൂർത്തിയാക്കുമ്പോൾ നാം കാണേണ്ട ഒരു പ്രത്യേകതയുണ്ട്. ഒരു നൂറ്റാണ്ടുകാലം മുൻപോ അതിനടുത്ത ഏതെങ്കിലും ഘട്ടങ്ങളിലോ സാമുദായിക നവീകരണം ലക്ഷ്യം വെച്ച് എത്രയോ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള കാലത്ത് സമസ്തയുടെ സാന്നിധ്യം ആശ്വാസകരമെന്ന് VD സതീശനും പറഞ്ഞു. കേൾക്കാം. പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയുള്ള ഒരു കാലമാണ്. ചിലര് നോക്കി നിൽക്കുകയാണ് എന്തെങ്കിലും വീണ് കിട്ടാൻ. അവിടെ സമസ്തയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ആശ്വാസകരമാണ്. ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമ്മൾ ചെന്നാലും മലപ്പുറത്തെയും മലബാറിലെയും കുട്ടികൾ അവിടെ മെറിറ്റിൽ അഡ്മിഷൻ നേടി അവിടെ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് സമസ്തയ്ക്കുള്ളതാണ്. ഒരു സമുദായ സംഘടന എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സമസ്ത. VS രഞ്ജിത്ത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, ഗുഡ് ഈവനിങ്. VS രഞ്ജിത്ത്, നിലമ്പൂരിലെ രാഷ്ട്രീയം മാറി മറിയുകയാണ്. ഇപ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിയിലും ഒപ്പം PDPയിലും എത്തി നിൽക്കുന്നു. ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നയം മാറ്റത്തോട് വിവിധ സമുദായ നേതാക്കൾ പ്രതികരിച്ചതും നമ്മൾ കണ്ടു. നിലമ്പൂരിലെ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളിലെ രാഷ്ട്രീയ നയം മാറ്റത്തെ നമ്മൾ എങ്ങനെ കാണണം? എങ്ങനെയാണ് കത്തോലിക്ക കോൺഗ്രസും മുജാഹിദീൻ വിഭാഗവും EKAP വിഭാഗവും ഒക്കെയുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. ആ പ്രതികരണങ്ങളെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുക?
വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിട്ടുള്ള നയം. പക്ഷേ അതിനോട് വിവിധ സംഘടനകൾക്ക് എതിർപ്പുണ്ട്. അതിൽ തന്നെ മുസ്ലിം സമുദായ സംഘടനകളായിട്ടുള്ള EKAP വിഭാഗം സമസ്തകൾക്കും കത്തോലിക്ക കോൺഗ്രസിനുമൊക്കെ എതിർപ്പുണ്ട്. ഒപ്പം ലീഗ് ഇന്നെടുത്ത നിലപാടും വളരെ ശ്രദ്ധേയമാണ്. ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുള്ളത് അവർ അവരുടെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഞങ്ങളെ പിന്തുണയ്ക്കുന്നു. അതായത് വി ഡി സതീശൻ പറയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമി മാറി എന്ന് സമ്മതിക്കാൻ ലീഗ് തയ്യാറാവുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഒന്ന് CPM-ൻ്റെ വിമർശനം തന്നെയാണ്. ഇതൊരു വർഗീയ കൂടാരമായി മാറുന്നു. UDF എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് എന്ന രീതിയിൽ പ്രചരണം വരും. രണ്ടാമത്തത് ലീഗിനെ സംബന്ധിച്ച് ഇവിടുത്തെ EKAP വിഭാഗങ്ങളുള്ള മുജാഹിദ് ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിൻ്റെ പിന്തുണ ലീഗിന് ആവശ്യമുണ്ട്. അവരെല്ലാം ജമാഅത്തെ ഇസ്ലാമി ആശയപരമായി എതിർക്കുന്നവരാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സംഘടനകളുടെ അനുകൂലമായ നിലപാട് കിട്ടാൻ വേണ്ടിയാണ് ലീഗ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത്. താങ്ക് യു. വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.